എറണാകുളം മുനമ്പത്ത് 27 ബംഗ്ലാദേശികൾ പിടിയിൽ. ആലുവ റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വ്യാജ തിരിച്ചറിയൽ കാർഡോടെ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായത്. അതേസമയം കേരളത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തേടി. ബംഗ്ലാദേശി സാന്നിധ്യം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അഖിൽ പാലോട്ടുമടം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, ഈ ബംഗ്ലാദേശി സാന്നിധ്യം കൂടുതലായി കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് അടക്കം ചോദിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ വ്യാജ ID കാർഡോടെ ബംഗ്ലാദേശികൾ പിടിയിലായിരിക്കുന്നത്. വിവരങ്ങൾ മുനമ്പത്ത് നിന്നാണ് ബംഗ്ലാദേശികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 27 പേർ പിടിയിലായിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതെല്ലാം വ്യാജ ID കാർഡുകളുമായിരുന്നു. ആലുവ റൂറൽ പോലീസ് നടത്തിയ പരിശോധന, ഒപ്പം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഉണ്ടായിരുന്നു ഇവരോടൊപ്പം. നമുക്കറിയാം, ഈ സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ എറണാകുളം ജില്ലയുടെ പല ഭാഗത്തു നിന്ന് ഈ ബംഗ്ലാദേശികൾ ഇങ്ങനെ പിടിയിലാകുന്നൊരു സാഹചര്യം, അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് അടക്കം ആണ് ഇവർ പിടിയിലാകുന്നത്. ആ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശി സാന്നിധ്യം കൂടുതലായി ഇവിടെ കണ്ടെത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേന്ദ്രം ഒരു അന്വേഷണ റിപ്പോർട്ട് തേടിയതും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നതുമൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ്. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഇവരെപ്പോഴാണ് പിടിയിലായത്? ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകളടക്കം 27 പേർ. വിവരങ്ങൾ. വീണ, ഈ ചോറ്റാനിക്കര ഈ ബംഗ്ലാദേശികൾ 27 പേരാണ് ഇപ്പോൾ കൊച്ചിയിൽ മുനമ്പത്ത് നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. അത് അവർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് അവർ അത്തരത്തിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്നവരാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്ത് പിടിയിലാവുന്ന ബംഗ്ലാദേശികൾക്ക് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായിട്ടൊക്കെ തന്നെ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായൊക്കെ തന്നെ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള പോലീസ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലുടനീളം പരിശോധനകൾ നടത്തുന്നത്. അത്തരത്തിൽ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 27 പേരെ മുനമ്പത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരിൽ കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ ആധാർ കാർഡുകളോ മറ്റവരുടെ തിരിച്ചറിയൽ രേഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവ ഇവരെ നിരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി, അതായത് സംസ്ഥാനത്തുണ്ടാകുന്ന ചില അക്രമങ്ങൾ, സംസ്ഥാനത്തുണ്ടാകുന്ന ചില ക്രമസമാധാന പ്രശ്നങ്ങളെല്ലാം തന്നെ മുൻനിർത്തി ഈ രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നൊരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. NIA അടക്കമുള്ള IB അടക്കമുള്ള ചില സംഘടനകളാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളാണ് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും ഇപ്പോൾ 27 പേരെയാണ് മുനമ്പം പ്രദേശത്ത് നിന്ന്, അത് ആലുവ പോലീസ് ആൻഡ് റൂറൽ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീണ, അതെ, അപ്പോൾ ഈ ബംഗ്ലാദേശികൾ, നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് 10,000-കണക്കിന് ബംഗ്ലാദേശികൾ കേരളത്തിലുള്ളപ്പോഴാണ് വെറും 27 പേരെ മാത്രം കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ തെരച്ചിൽ ഇവിടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളുടെ എല്ലാം കൃത്യമായ രേഖകൾ പരിശോധിക്കുന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴല്ലേ ഒരു ജാഗ്രത വന്നത്? ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളിൽ പരിശോധന കർശനമായിരുന്നില്ല എന്നുകൂടി പറയേണ്ടി വരില്ലേ അഖിൽ? വിനോദ, സംസ്ഥാനത്ത് നമ്മൾ പല അക്രമങ്ങളും സംഭവിക്കുന്ന സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ തൊഴിൽ തേടി എത്തിയ ആൾക്കാരൊക്കെയാണ് കേരളത്തിൽ നമ്മൾ ചില വിവാദങ്ങളായ ചില കുറ്റകൃത്യങ്ങളിൽ വരെ ഏർപ്പെടുന്നത്. ആ ഘട്ടത്തിലൊക്കെയാണ് സംസ്ഥാനത്ത് അവർ എങ്ങനെയാണ് സംസ്ഥാനത്തിനുള്ളിലേക്ക് വന്നത്, അവർ എങ്ങനെയാണ് സംസ്ഥാനത്തേക്ക് എത്തിച്ചേടാനുള്ള സാഹചര്യം ഉണ്ടായത്, അവർ എന്ത് തരത്തിലാണ് ജോലി എടുക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള അവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ പോർട്ടൽ അടക്കം, അല്ലെങ്കിൽ സർക്കാർ അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് ചില കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. അതിനുശേഷമൊക്കെ വലിയ തോതിലുള്ള ഒരു പരിശോധനയൊന്നും സംസ്ഥാനത്ത് ഉടനീളത്തും ഉണ്ടാകാറില്ല. കാരണം നമ്മൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എടുത്തു നോക്കിയാൽ എല്ലാ ജില്ലകളിലും ഒരു കേന്ദ്രത്തിലായിരിക്കും അന്യസംസ്ഥാന തൊഴിലാളികളായാലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവരുടെയൊക്കെ തന്നെ ഒരു താവളമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എറണാകുളം ജില്ല എടുത്തു നോക്കിയാൽ തന്നെ പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളായി നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ടാണ് വലിയ തോതിൽ ബംഗ്ലാദേശികളും അതുപോലെ തന്നെ മറ്റു
പ്രദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ സംസ്ഥാനത്ത് എത്തുമ്പോൾ പോലും അവർക്കൊന്നും തന്നെ വേണ്ടത്ര രീതിയിലുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ അവരെത്തുമ്പോൾ ഉണ്ടാകേണ്ട മാനദണ്ഡങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രതികരിച്ച പ്രേക്ഷകനും അത്തരത്തിൽ പറയുന്നത് ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ അതുപോലെ തന്നെ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാവരും തന്നെ ഈ സംസ്ഥാനത്തുണ്ട്. പക്ഷെ അവർ എങ്ങനെയാണ് വന്നത്, എന്തിനാണ് വന്നത്, എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് വിനോദ്. പക്ഷേ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ അതാത് സ്റ്റേഷൻ ഓഫീസർമാർ കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കണമെന്നുള്ള നിയമമുണ്ട്. കാരണം അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ എവിടെയൊക്കെ താമസിക്കുന്നു, അവരുടെ മേൽവിലാസം എന്താണ്, അവരുടെ ആധാർ നമ്പർ അടക്കം വാങ്ങുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ അത്തരം പരിശോധനകൾ ഒക്കെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഈ തീവ്രവാദികളായിട്ടുള്ള ബംഗ്ലാദേശികൾ ഈ മുനമ്പം പോലുള്ള അല്ലെങ്കിൽ തുരുത്തു പോലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില പോലും തകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായി രേഖകളൊക്കെ ഈ ഒരു കണക്കെടുപ്പ് നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇവരുടെ പശ്ചാത്തലം എന്താണ്, ഇവർ ക്രിമിനൽ കേസിൽ പെട്ടവരാണോ, ഇവർ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒളിച്ചോടി വന്നവരാണോ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നതിൽ ഇവർ എന്ത് തൊഴിലാണ് എടുക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇവർ ഇവിടെ തങ്ങുന്നത്, ഇവിടെ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും മയക്കുമരുന്ന് കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ ഇടനിലക്കാരാകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോകുന്നു എന്ന് പറയാൻ കഴിയുമോ അഖിൽ? അതാണ് വിനോദ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ തൊഴിൽ തേടി എത്തുന്ന ഒരു തൊഴിൽദാതാവായാലും അല്ലെങ്കിൽ അവിടെ തൊഴിൽ എടുക്കാനെത്തുന്ന തൊഴിലാളിയായാലും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് എത്തുന്ന അവരെയൊക്കെ ആയാലും തൊഴിലിന് കൊണ്ടുവരുന്ന ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾ അവരുടെ ഹോം സ്റ്റേഷനിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥയുള്ളത്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകണം. അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം, ഇപ്പോൾ ഞാനാണ് ഒരാളെ ജോലിക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന ആളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഒരാളെ കൊണ്ടുവരും, എനിക്കത് സൂട്ടായി പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ പറഞ്ഞയക്കും. പക്ഷേ അയാൾ തിരിച്ചു നാട്ടിലേക്കായിരിക്കില്ല പോകില്ല, മറ്റൊരാൾ അടുത്തേക്കായിരിക്കും, ചിലപ്പോൾ വിനോദിൻ്റെ അടുത്തേക്കായിരിക്കാം വരിക, ചിലപ്പോൾ വീണയുടെ അടുത്തേക്കായിരിക്കും വരിക. പക്ഷേ അവർക്ക് ഇവരുമായുള്ള മറ്റൊരു ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാകില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു തരത്തിലൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവും വസ്തുതയുമായി നിലനിൽക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കാത്തത് കൊണ്ട് തന്നെയാണ് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെയൊക്കെ പ്രധാനമായ താവളങ്ങൾ പോലീസിന് പോലും ചെന്നെത്താൻ പറ്റാത്ത ചില കേന്ദ്രങ്ങളായി ചില കോളനികൾ മാറുന്നു, അല്ലെങ്കിൽ ചില തുരുത്തുകൾ മാറുന്നു, ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളായി മാറുന്നു, ഒക്കെ അവരുടെ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പിന്നെ അവരുടെ അടുത്തേക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പോലും പോകാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 27 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ എന്തിനായിരുന്നു എന്നുള്ള ഒരു വിശദമായ വിവരം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, അഖിൽ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഒരുപക്ഷെ പ്രദേശവാസികൾ തന്നെ ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഓരോരുത്തരിൽ നിന്നും വാടക ശേഖരിക്കുക, അങ്ങനെ ചെറിയ ഒരു കെട്ടിടത്തിന് പോലും വലിയ വാടക ലഭിക്കുക, ഇത്തരം ചില സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ മാത്രം നോക്കിക്കൊണ്ടാണ് ഒരു തരത്തിലും ഇവരുടെ ID കാർഡ് പരിശോധനയൊന്നും നടക്കാതെ ഈ ആളുകളെ സംരക്ഷിക്കുന്നതും താമസിപ്പിക്കുന്നതുമൊക്കെ. ഇത്തരക്കാർക്ക് പ്രദേശവാസികൾ നൽകുന്ന ഈ സഹായം കൂടി കണക്കിലെടുത്ത് വളരെ വ്യാപകമായൊരു പരിശോധന നടത്തുമ്പോൾ പോലും പോലീസിന് അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടോ? എങ്ങനെയായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു തടസ്സമാണ്? വീണ, അതിലൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനൊരു തുടർച്ചയാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ജോലിക്കായി എത്തുന്ന ഒരു ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ഒരാളെ
അവർക്ക് കുറഞ്ഞ കൂലി നൽകിയാൽ മതിയാകും, അവർക്ക് കുറഞ്ഞ ജീവിത നിലവാരം ഒരുക്കിയാൽ മതിയാകും. അപ്പോൾ പക്ഷേ അവരിൽ നിന്നും ഈടാക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ തുകയും തന്നെയാണ് വീണ സൂചിപ്പിച്ചതുപോലെ അവരിൽ നിന്നും ഈടാക്കുന്നത്. നമ്മൾ പലതവണ ഇതൊക്കെ ആവർത്തിച്ചു പറയുമ്പോഴും നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ചുറ്റുപാടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഒറ്റ മുറിയായിരിക്കും, ഈ ശൗചാലയ സംവിധാനങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മറ്റു പ്രാഥമികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിലുണ്ട ബുദ്ധിമുട്ടുകൾ നമ്മൾ പലതവണ കണ്ടിട്ടുമുണ്ട്. അവരും മനുഷ്യരാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ഉണ്ടാകണം, എന്ന ഒരു സത്യസന്ധമായ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പക്ഷേ നമ്മുടെയൊക്കെ ചില നാട്ടിൽ ചില ആൾക്കാർ അവരെയൊക്കെ തന്നെ ചൂഷണം ചെയ്ത് പണിയെടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതയായി നമുക്ക് പറയാനും സാധിക്കുന്ന ഒരു കാര്യം. കാരണം ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ഒരാൾക്ക് കൂലി കുറച്ചു നൽകി അവരെ തൊഴിലെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതുതന്നെയാണ് ഈ കൂലി കുറപ്പിച്ച് ജോലി എടുപ്പിക്കുക. അവരെ സംബന്ധിച്ച് അവര് ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന പോലെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഉഷ നെല്ലൂരിനെ പോലുള്ള പ്രേക്ഷകർ പറയുന്നത് നമ്മളെല്ലാവരെയും ബംഗാളികൾ എന്നാണ് പറയുന്നത്. ഇത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ് ബംഗാളി എന്ന് പറഞ്ഞത്. ഇപ്പൊ ബംഗ്ലാദേശുകാർ ഇവിടെ താമസിക്കുന്നു, അവരെ ബംഗാളി. വ്യത്യാസം പലപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല എന്നുള്ളൊരു വാസ്തവം കൂടിയുണ്ട്. ബംഗ്ലാദേശുകാരെയും അവർ ബംഗാളി എന്ന് വിളിക്കുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വാസുദേവ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശികൾ മാത്രമല്ല പാകിസ്ഥാനികളും ഉണ്ട് എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പായിപ്ര എന്ന് പറയുന്നത്, എനിക്കൊന്ന് കോട്ടയത്താണെന്ന് തോന്നുന്നു പായിപ്ര എന്നുള്ള സ്ഥലം. അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന പ്രേക്ഷകൻ പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം വാർത്ത എന്നുള്ള നിലയിൽ നമുക്കും നടത്താൻ കഴിയും. അതെ.